ലോകത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. PhD പ്രോഗ്രാമുകളെപ്പറ്റി പറയുമ്പോൾ വിവിധ ശാസ്ത്രശാഖകളിൽ PhD പ്രോഗ്രാമുകൾ അവൈലബിളാണ്. സയൻസ് ആയിരുന്നാലും എൻജിനീയറിംഗ് ആയിരുന്നാലും ആർട്സ്, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ്, മെഡിക്കൽ സയൻസ്, ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ധാരാളം വിഷയങ്ങളിൽ PhD പ്രോഗ്രാമുകൾ ഇന്ന് അവൈലബിളാണ്. സയൻസിൽ തന്നെ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മാത്സ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ സയൻസ്, അങ്ങനെ ശാസ്ത്രശാഖകൾ വളരെയധികമുണ്ട്. എൻജിനീയറിംഗ് ആണെങ്കിലോ അതിലുമുണ്ട് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ്, മെക്കാനിക്കൽ എൻജിനീയറിംഗ്, കെമിക്കൽ എൻജിനീയറിംഗ്, അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ആർട്സ്, ഹ്യൂമാനിറ്റീസ് ഇതൊക്കെയാണെങ്കിൽ അത് ലിറ്ററേച്ചറുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, അങ്ങനെ അതിൻ്റെ ശാസ്ത്രശാഖകളും വളരെയധികം വിപുലമാണ്. അങ്ങനെ നോക്കുമ്പോൾ സോഷ്യൽ സയൻസ്, മെഡിക്കൽ സയൻസ്, ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം ധാരാളം വിഷയങ്ങളിൽ അഗാധമായ പഠനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾ നല്ല അറിവുള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അടുത്ത സമയത്ത് വളരെയധികം ഡോക്ടറേറ്റ് സമ്പാദിച്ച ഒരു വ്യക്തിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി. ധാരാളം ആളുകൾ, അഗാധമായ പാണ്ഡിത്യം നേടിയ ധാരാളം ആളുകളുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ചോദ്യം ഇതാണ്, ഏറ്റവും വലിയ അറിവ് എന്താണ്? അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ആ ലേഖനത്തിൻ്റെ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ പറയുകയാണ്: എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ക്രിസ്തുവിനെപ്പറ്റിയുള്ള പരിജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞാൽ, ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാം ഛേദമായി താൻ എണ്ണുകയാണ്. മറ്റുള്ള ഒരറിവും ഇത്രത്തോളം വരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് തനിക്കുണ്ടാവുകയാണ്. താൻ ഗമാലിയലിൻ്റെ കാൽക്കലിരുന്ന് നന്നായി വേദം അഭ്യസിച്ച വ്യക്തിയാണ്. എന്നാൽ താൻ പറയുകയാണ്, ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനമാണ് ഏറ്റവും വലിയ അറിവ് എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന മറ്റേതൊരു അറിവിനേക്കാളും ഉപരിയായി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും. യേശു കർത്താവ് ഗന്നേസരത്ത് ദേശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ അവൻ ആരെന്ന് അറിഞ്ഞ് അവിടെയുള്ള രോഗികളെ മുഴുവൻ അവൻ്റെ അരികിലേക്ക് വരുത്തുകയാണ്. വിശ്വാസത്തോടെ അവൻ്റെ അടുക്കിലേക്ക് വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടവർ പോലും സൗഖ്യമായി എന്ന് നാം വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആരെന്നറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ്. പലപ്പോഴും അതിന് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വലിയൊരു കുറവാണ്. യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുക, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കുവാൻ സാധിക്കുക, അങ്ങനെ കർത്താവ് ആരെന്നറിഞ്ഞ് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുക, അപ്പോൾ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാവുന്നത്. അപ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തുടങ്ങുന്നത്. യേശു കർത്താവ് ആരെന്നറിയുവാൻ ഹൃദയത്തിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തി ദൈവവചനത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. മറ്റാരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവിനേക്കാൾ ഉപരിയായി ദൈവവചനം നമുക്ക് നൽകുന്ന അറിവെന്താണ്? അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്ന് സാധാരണയായി സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പലരും പല നിലകളിലാണ് യേശു കർത്താവിനെ മറ്റുള്ളവരുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത്. യേശുവിൻ്റെ പേര് പറഞ്ഞ് മുതലെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ, ധാരാളം സഭകൾ തന്നെ ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. യേശുവിൻ്റെ പേര് പറഞ്ഞ് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, യേശുവിൻ്റെ പേര് പറഞ്ഞ് സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ യേശുവിനെ കൊണ്ട് മുതലെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ മധ്യത്തിലാണ് നാം ജീവിക്കുന്നത്. പക്ഷേ യേശു ആരാണെന്ന് യഥാർത്ഥമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഗന്നേസരത്ത് ദേശത്തുള്ള ആളുകളെപ്പോലെ അവിടുന്ന് ആരെന്നറിഞ്ഞ്
അവിടുത്തെ അരികിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാൻ സാധിക്കണം. മറ്റുള്ളവരെ കർത്താവിൻ്റെ അരികിലേക്ക് നാം കൊണ്ടുവരണം. ആരാണ് കർത്താവായ യേശുക്രിസ്തു? യെശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നോക്കുക, എത്രമാത്രം ഉന്നതനായവനാണ് കർത്താവായ യേശുക്രിസ്തു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലരും ഇപ്പോഴും യേശുവിനെ ആ ശിശുവായി തന്നെ കാണുന്നവരുമുണ്ട്. എന്നാൽ അവിടുന്ന് അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്, ആധിപത്യം വഹിക്കുന്നവനാണ്, സർവ്വ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനാണ്, ദൈവമായിരുന്നവനാണ്. എന്നാൽ അവിടുന്ന് മനുഷ്യനായി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നവനാണ്. കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അവിടുന്ന് എത്രമാത്രം ഉന്നതനായിരുന്നു എന്നറിയുവാൻ കഴിയുന്നത്. ഫിലിപ്പ് ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് നാം വായിക്കുന്നു. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം പരിഹരിക്കുവാനായി വലിയവനായ ദൈവമായിരുന്നവൻ കേവലം മനുഷ്യനായി താണിറങ്ങി വന്ന് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപം സ്വന്തം ശിരസിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശന്മേൽ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയവനും താമസം വിനാ തന്നിൽ വിശ്വസിക്കുന്ന ശുദ്ധിമാന്മാരെ ചേർക്കുവാൻ വേഗം വരുന്നവനുമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവ് നമുക്കുണ്ടാവുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം മറ്റുള്ള എല്ലാ അറിവുകളും ഛേദമെന്ന് ഞാൻ എണ്ണുന്നു എന്നുള്ളത്. ഇന്ന് രാവിലെ ക്രിസ്തുവിനെ ശരിയാവണ്ണം അറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ക്രിസ്തു ആരാണെന്ന് ശരിയാവണ്ണം അറിഞ്ഞു കഴിയുമ്പോൾ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാനും ദൈവത്തെ ആരാധിക്കുവാനും സാധിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം ഇന്ന് രാവിലെ ഓർമ്മിപ്പിക്കട്ടെ. താങ്കൾ എത്രമാത്രം ഉന്നതമായ പഠനം നടത്തിയിട്ടുള്ള ആളായിരുന്നാലും, എത്ര വലിയ ഡിഗ്രികൾ സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നാലും, കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി ശരിയാവണ്ണം അറിയുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ താങ്കളുടെ ജീവിതത്തിലെ എല്ലാ പഠനങ്ങളും അറിവുകളും വ്യർത്ഥമായി തീർന്നിരിക്കുന്നു എന്ന് ദൈവവചനം പറയുകയാണ്. ഈ ലോകത്തിൽ സമ്പാദിക്കുന്ന സകലമാന ഡിഗ്രികളും ഏതെല്ലാം അംഗീകാരങ്ങളുണ്ടോ അതെല്ലാം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ മരണത്തിനപ്പുറമായിട്ടുള്ള നിത്യമായ ജീവിതം അവസാനമില്ലാത്തതാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ആ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിനപ്പുറമായി നിത്യത മുഴുവനും ക്രിസ്തുവിനോട് കൂടെ ദൈവത്തോടു കൂടെ വാസം ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ്. അങ്ങനെ കർത്താവ് ആരെന്നറിയുന്നവർക്കാണ് അവിടുന്ന് സമീപസ്ഥനായിട്ടുള്ളത്. അവിടുന്ന് അരികിലേക്ക് വന്ന് സമാധാനിപ്പിക്കുന്നു. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുമ്പോൾ അവിടുത്തെ സ്വർഗീയമായ സഹായം നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ കണ്ണുനീരൊപ്പുന്നു, നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മെ ധൈര്യപ്പെടുത്തുന്നു, നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നു. അങ്ങനെ കർത്താവ് ആരെന്നറിഞ്ഞ് അവിടുത്തെ അരികിലേക്ക് ചെല്ലുന്നവർക്ക് സന്തോഷമായി, ധൈര്യമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കും. കാരണം കർത്താവ് എല്ലാ സമയത്തും അവരോട് കൂടെയുണ്ട്. ഇന്ന് രാവിലെ കർത്താവ് ആരെന്ന് തിരിച്ചറിഞ്ഞ് ശരിയാവണ്ണം കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്കിടയാകട്ടെ. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവപൈതലായി തീർന്ന് ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവത്തെ ആരാധിക്കുവാനും ദൈവകരങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ധാരാളമായി പ്രാപിക്കുവാനും ഇന്നത്തെ ദിവസം ധൈര്യത്തോടെ ജീവിക്കുവാനും കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ,
അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ചിന്തിച്ചതുപോലെ അവിടുന്ന് ആരെന്ന് അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവെ, അവിടുത്തെ ശരിയാവണ്ണം തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. ദൈവത്തെപ്പറ്റി അറിയേണ്ടതുപോലെ അറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അവിടുന്ന് ആരാണെന്നറിയുവാൻ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നറിയുവാൻ, ഞങ്ങളെ അവിടുന്ന് എങ്ങനെ സ്നേഹിച്ചു എന്നറിയുവാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ കരുതുന്ന വിധങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ആവശ്യമായ ധൈര്യവും ബലവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയും. ഇതുവരെയും അവിടുത്തെ രക്ഷയെ കണ്ടെത്താത്തവരായിട്ട് ആരെങ്കിലും ഈ വചനം ശ്രവിച്ചുവെങ്കിൽ കർത്താവെ, ഇന്ന് രാവിലെ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെ കണ്ടെത്തുവാൻ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വകയായി തീരുവാൻ, നിത്യത മുഴുവൻ ക്രിസ്തുവിനോടുകൂടെ വാസം ചെയ്യുവാൻ അവരെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.